ഹരേ കൃഷ്ണ. താൻ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് ശ്രീകൃഷ്ണ ഭഗവാനെ മാത്രമായിരിക്കും എന്ന രുക്മിണി ദേവിയുടെ സന്ദേശം വായിച്ച് ആ സന്ദേശവുമായി വന്ന ബ്രാഹ്മണനുമൊത്ത് ഭഗവാൻ രുക്മിണിയുടെ രാജ്യമായ വിദർഭയിലേക്ക് യാത്ര തിരിച്ചു. അനുജൻ കൃഷ്ണൻ ബ്രാഹ്മണനുമൊത്ത് വിദർഭയിലേക്ക് പോയ വിവരമറിഞ്ഞ് ജ്യേഷ്ഠൻ ബലഭദ്രരാമനും യാദവ പടയുമായി പിന്നാലെ യാത്ര തിരിച്ചു. ബലഭദ്രരാമനും യാദവ സൈന്യവും വിവാഹ മണ്ഡപത്തിൽ നിന്ന് അധികം ദൂരെയല്ലാത്ത ഒരു രഹസ്യസ്ഥാനത്ത് അതീവ ജാഗ്രതയോടെ ഒരുങ്ങി നിൽക്കുകയായിരുന്നു. ഏകനായി രഥത്തിൽ കയറിയ ഭഗവാൻ ശ്രീകൃഷ്ണൻ മറ്റാരും തന്നെ ശ്രദ്ധിക്കാത്ത വിധത്തിൽ ജാഗരൂകനായി രഥം ഓടിച്ചു വന്ന് വിവാഹ മണ്ഡപത്തിൻ്റെ വെളിയിലുള്ള ഒരു വൃക്ഷച്ചുവട്ടിൽ കാത്തുനിന്നു. തോഴിമാരുമൊത്ത് ഭഗവത് ദർശനത്തിനു പോയിരുന്ന രുക്മിണി അരയന്നപ്പിടയെപ്പോലെ ആളിമാരുടെ മധ്യത്തിൽ നടന്നുവരുന്നത് ഭഗവാൻ കണ്ടു. മാനത്തെ പൂർണേന്ദുവിനെപ്പോലെ പ്രശോഭിതമായ അവളുടെ മുഖത്ത് കാണപ്പെട്ട മ്ലാനത ഭഗവാൻ കൃഷ്ണനെ വേദനിപ്പിച്ചു. വിരണ്ടോടുന്ന കരിവണ്ടുകളെപ്പോലെ അവളുടെ മാൻമിഴികൾ അവിടമാകമാനം ആരെയോ പരതുന്നുണ്ടായിരുന്നു. അത് തന്നെ ആയിരിക്കുമെന്ന് ഭഗവാൻ ഊഹിക്കാൻ കഴിഞ്ഞു. അദ്ദേഹം രഥത്തിലിരുന്നു കൊണ്ട് തൻ്റെ ശിരസൽപ്പം പുറത്തേക്ക് ചായ്ച്ചു പിടിച്ചു. ഭഗവാന്റെ വദനവിലാസം ദർശിച്ച് രുക്മിണി കോൾമയർ കൊണ്ടു. അദ്ദേഹം അവളെ തൻ്റെ ചാരത്തേക്ക് മാടി വിളിച്ചു. നമ്രശിരസ്കയായ രുക്മിണി നാണത്തോടെ തൻ്റെ സ്വപ്നനാഥൻ്റെ ചാരത്തേക്ക് നടന്നു. കയ്യെത്തും ദൂരത്തിൽ രുക്മിണി എത്തിയപ്പോൾ മായക്കാരനായ കണ്ണൻ അവളെ വാരിയെടുത്ത് രഥത്തിൽ കയറ്റി തൻ്റെ ചാരത്തിരുത്തിക്കൊണ്ട് അതിവേഗത്തിൽ രഥം ഓടിച്ചു പോയി. അപ്രതീക്ഷിതമായ ആ രംഗം കണ്ട് ആളിമാർ അല്പസമയം സ്തംഭിച്ചു നിന്നുപോയെങ്കിലും പരിസരബോധം വീണ്ടെടുത്ത അവർ കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി അലമുറയിട്ടു കരഞ്ഞു. ഹരേ കൃഷ്ണ.